ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റാഗി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന രീതിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും, കഴിക്കാനും നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. ഈ പലഹാരം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റാഗിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമ്മളിത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുതിരാൻ വെക്കണം. ഈ റാഗി എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരവും. അപ്പോൾ ഞാനിവിടെ ഈ റാഗി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂറൊക്കെ കുതിരാനായിട്ട് വെച്ചിരുന്നാൽ മതി. ഞാനിപ്പോൾ ഇതൊരു 4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് കുതിരാനായിട്ട് ഒഴിച്ചു വെച്ചിരുന്ന ഈ വെള്ളം ഞാൻ എടുക്കുന്നില്ല, ഇത് ഞാൻ ഊറ്റിക്കളയുവാണ്. ഈ വെള്ളം എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് ഒഴിച്ചു വെച്ച വെള്ളമാണ്. പക്ഷേങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം മാറ്റുന്നത്. ഇനി ഈ ഒരു റാഗി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ റാഗി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കുതിർത്ത് വെച്ചിരുന്നത് മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അവലാണ്. ഞാനിപ്പോൾ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. അവൽ ഏത് അവലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അവലിട്ട് കൊടുത്തിട്ടുണ്ട്. റാഗി എടുത്തിട്ടുള്ള അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അടുത്തതായി ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. ഈ ഒരു കണക്കനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട്, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് അളവിലുള്ള വെള്ളമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. റാഗി അരച്ചെടുക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് റാഗി ശരിക്കും അങ്ങ് അരഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അരയ്ക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഘട്ടം ഘട്ടമായിട്ട് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 1/2 കപ്പ് അളവിൽ. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് വേണ്ടി വന്നിട്ടുള്ള ആകെ വെള്ളം ഈ ഒരു കപ്പിന് 3 കപ്പ് വെള്ളമാണ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഇത് കറക്റ്റ് പരുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു കയ്യിൽ കോരി കാണിച്ചു തരാം. നമ്മൾ സാധാരണ ദോശ ചുടാനായിട്ട് എടുക്കുന്ന മാവിൻ്റെ കറക്റ്റ് പരുവത്തിലാണ് ഇതും തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റാഗി ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ദോശ ചുടുന്ന പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണയോ നെയ്യോ ഓയിലോ ഒന്നും തന്നെ സ്പ്രെഡാക്കി കൊടുത്തിട്ടില്ല, വെറുതെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഇട്ട് കൊടുക്കണം താല്പര്യമുള്ളവർക്ക് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇത് 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നെയ്യോ എണ്ണയോ ബട്ടറോ ഒന്നും തന്നെ ഇല്ലാതെ വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും. ഈ ഒരു രീതിയിൽ നമ്മൾ ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാഗി അരച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ചുട്ട് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.